മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയോ കാരണത്താൽ ഇന്ന് ചെയ്ത് പിരിയാം. അള്ളാഹു ഈ സദസ്സ് സ്വീകരിക്കട്ടെ. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു സദസ്സിൽ സംസാരിക്കാൻ ഒരിക്കലും കഴിയുമെന്ന് വിചാരിച്ചതല്ല. കാരണം എനിക്ക് മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയോ കാരണത്താൽ ഇന്ന്, പ്രത്യേകിച്ചതിൻ്റെ കാരണക്കാരൻ മറ്റൊരാളുമല്ല, ഇവിടെ നേരത്തെ സ്മരിച്ചല്ലോ ബഹുമാന്യനായ KP മുഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹം എനിക്ക് പിതൃതുല്യനാണ്. എനിക്ക് വളരെ ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതൽ ഒരു 2002-2003 കാലഘട്ടം മുതൽ വളരെ അടുപ്പമുള്ള ഒരാളാണ്. വളരെ സ്നേഹം. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഒരു അതിഥിയായിട്ട് ഇങ്ങനെ താമസിക്കും, കുറേ നേരം സംസാരിക്കും. ബഹുമാനപ്പെട്ട കുത്തുബി ഉസ്താദിൻ്റെ പേരക്കിടാങ്ങളിൽ പ്രമുഖനായതുകൊണ്ട് എനിക്ക് ആ സംസാരവും കഥകളൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. 2008 ഞാൻ വിവാഹിതനാകുന്നത്. എൻ്റെ വിവാഹത്തിന് ഉസ്താദ് എൻ്റെ വീട്ടിൽ അതിഥിയായി വന്നു. KP ഉസ്താദ് എൻ്റെ വീട്ടിൽ അതിഥിയായിട്ട് വന്നു. അതിഥിയായി വന്ന് എൻ്റെ ഉപ്പയെ കണ്ടപ്പോഴാണ്, എൻ്റെ ഉപ്പയും ഒരു ആലിമാണ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാവരും ആമീൻ പറയും. പടച്ചോനെ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാൻ. ഉപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ദുആ ചെയ്യുക എന്നുള്ളതല്ലാത്ത ഒന്നും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് നൽകാനില്ല. ഞങ്ങളെപ്പോലത്തെ ആളുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക. അവരൊന്നും ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നവർ കാണുന്നില്ലല്ലോ, നമ്മൾ എവിടെയാണ് സംസാരിക്കുന്നവർക്ക് അറിയില്ലല്ലോ. പക്ഷെ അവർക്കറിയാം എവിടെയൊക്കെയോ മക്കളൊക്കെ പോയി വഅദ് പറയുന്നുണ്ട്. അവർ നമുക്ക് വേണ്ടി ദുആ ഇറക്കും. അള്ളാഹുവേ, രാത്രി ഇപ്പം നമ്മൾ വീട്ടിലെത്തിയാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ശബ്ദം കേട്ടാൽ ആരുണർന്നിട്ടില്ലെങ്കിലും അവരുണരും. പിറ്റേ ദിവസം രാവിലെ ചോദിക്കും, ഇന്നലെ വന്നപ്പോൾ 2 മണിയായിരുന്നല്ലേ. അള്ളാഹുവേ, ആ ഉപ്പാക്ക് ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. അപ്പോൾ മുഹമ്മദ് മുസ്ലിയാരെ കണ്ടപ്പോഴാണ് വാപ്പ പറയുന്നത്, നമ്മൾ രണ്ടാളും ഒരുമിച്ച് വലിയൊരു ബാഖിയാത്തു സ്വാലിഹാത്തിൽ പഠിച്ച ആളാണല്ലോ. രണ്ടുപേരും ഒരുമിച്ച് അന്ന് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് 2008 ഉസ്താദ് മരിച്ചുപോയി. നമ്മളുടെ വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ട്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അത് വലിയ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ ദീർഘകാലം നൽകിയ ആളാണ്. വലിയ സ്നേഹം, കാരുണ്യം, വലിയ വാത്സല്യം, പ്രോത്സാഹനം. അത്രയും ചെറിയ പ്രായത്തിൽ പ്രസംഗിക്കാനും മറ്റുമൊക്കെ ഇങ്ങനെ പ്രോത്സാഹനം നൽകി. തലശ്ശേരിയിൽ അദ്ദേഹം ഖാദിയാവുമ്പോൾ സെയ്താർ പള്ളിയിൽ റമദാനിൽ എന്നെ നിർത്തി. 2 കൊല്ലം എടക്കാട് എന്നെ നിർത്തി. അത് കഴിഞ്ഞിട്ട് തലശ്ശേരി ഒരു പള്ളിയിൽ ഞാൻ ഹുദവിയായ ഉടനെ ജോലിക്ക് വേണ്ടി നിർബന്ധിച്ചു. സാധ്യമായില്ല, അത് മറ്റൊരു കാര്യം. അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു വഫാത്തായപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മക്കളുമായിട്ടൊക്കെ വലിയ അടുപ്പം പുലർത്തുന്നുണ്ട്. വാപ്പാനോടുള്ള സ്നേഹം ഹക്കീം ഖാനോടുണ്ട്, അദ്ദേഹത്തിൻ്റെ മറ്റു സഹോദരന്മാരുണ്ട്. ജുനൈദ് പിന്നെ എന്നെക്കാളും ചെറിയ ആളാണ്, എന്നാലും എൻ്റെ ഒരു സഹോദരനായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴും അവരോട് ബന്ധപ്പെടും, സംസാരിക്കും. അപ്പോൾ അവരെന്നെ ഇങ്ങനെ വിളിക്കുമ്പോൾ ആ വിളിക്ക് എങ്ങനെയെങ്കിലും ഒരു ഉത്തരം നൽകണം എന്നുള്ള എൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ സദസ്സ് എന്നുള്ളതിനപ്പുറം ആ ഉസ്താദിനോടുള്ള ഒരു മഹബത്തും കടപ്പാടുമാണ് ഒരല്പസമയം ഇവിടെ വന്ന് സംസാരിക്കാൻ ശ്രമിച്ചത്, നടന്നതിലൂടെ ഞാൻ കാണുന്നത്. അള്ളാഹുവെ, അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. ഈ സദസ്സിൽ ഞങ്ങൾ പറഞ്ഞതിൻ്റെയൊക്കെ പുണ്യം അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഈ ഗ്രൗണ്ട് നൽകിയ സഹോദരനുണ്ട്, ഇന്നത്തെ ഭക്ഷണം ഏറ്റെടുത്ത ഒരു സഹോദരനുണ്ട്. ഇവിടെയുള്ള 2000-ലേറെ